മോനെ സംഗതിയേറ്റ നാളെ വൈകുന്നേരം ചാനലിൽ വാർത്ത വരും. മന്ത്രി വീണ ജോർജിന് KSU പ്രതിഷേധത്തിൽ പരിക്കേറ്റിരിക്കുന്നു. അതെങ്ങനെ മനസ്സിലായില്ല? ഇല്ല, ഞാനൊരു ക്ലൂ തരാം. എന്നാ നമുക്ക് മുദ്രാവാക്യം വിളി തുടങ്ങാം. സാബാഷ്, ശക്തരായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു തനത് കലാരൂപമാണ് പൊറാട്ടു നാടകം. ഇതൊരു ആക്ഷേപഹാസ്യ ഇവളുടെ കഥയാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇനി ഒന്നും നോക്കാനില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതുവരെ കണ്ടതിൽ ഇത് മാത്രമാണ് നിനക്ക് പ്രശ്നമായിട്ട് തോന്നിയത്? ഇതൊക്കെ അവന്റെ ഷോ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? എല്ലാം ശടപടേന്നായിരുന്നു. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. എന്നെ കവിതയുടെ മട്ടുമാറി. ഉണ്ണിയമ്മേ, കുമ്പടി വന്നു. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അടിയിൽ തൊയ്യും കൊണ്ട് നമ്മൾ നക്ഷത്രണ്ണി പോയി. പടച്ചോന്റെ കൃപാകടാശം കൊണ്ടാണ് എത്തിയത്. കാരണമറിയാത്ത ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. എല്ലാരും ഒന്ന് അങ്ങോട്ട് വന്ന് നോക്കേ. ഒരു കരിങ്കൊടി കാണിച്ച KSU മന്ത്രി അടുത്തെത്തിയില്ല. അയാൾ ഒരു കള്ളനാണെന്ന് കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. അവനല്ല ശരിയല്ലാത്തത്, നീയാ. ഇത് ഹെൽത്ത് മിനിസ്റ്റർ, കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവിടുത്തെ അവസ്ഥ നിങ്ങൾ നോക്ക്. എന്നാലും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയതാണല്ലോ. എന്താണ് പ്രശ്നം? അവിടെ കഴുത്തിലിടുന്ന നെക്ക് സപ്പോർട്ട് ഇട്ടിരിക്കുന്ന വായില്. എന്റെ ദേവി, ഞാൻ എന്താ ഈ കേക്കണത്? കയ്യിലുള്ള മറ്റേ ഫ്ലൂയിഡിന്റെ ബോട്ടിൽ ഡോക്ടർ കൈ പിടിച്ചിരിക്കുന്നു. എല്ലാം കയ്യിന്ന് പോയി. ഇത്രയും വലിയൊരു സിസ്റ്റം ഫെയിലിയർ ആണെന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാ? നിങ്ങൾ ഭരിച്ച ഈ ഒരു 5 കൊല്ലം എന്റെ മോനെ. മല്ലയാ, ഞാൻ പോകണേ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി.